പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സർവത്തിൻ്റെ ഉടയവനെ, അങ്ങേ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഹായകനായി എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. സഹായകനായ പരിശുദ്ധാത്മാവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഈശോനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പാപികളായ മനുഷ്യമക്കൾക്ക് വേണ്ടി ബലിയായി തീർന്ന എൻ്റെ ഈശോപ്പ, അങ്ങേ വാഴ്ത്തുന്നപ്പ. ഈശോനാഥ, ഞങ്ങൾക്കൊരു ദിവസം കൂടി ദാനമായി തന്ന കൃപയെ ഓർത്തും നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ അണച്ച് നടത്തിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഭൗതികമായ നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളിൽ അവിടുത്തെ രാജ്യത്തെ നോക്കി വാഴുന്ന മക്കളായും അവിടത്തോട് കൂടുതൽ കൂടുതൽ ചേർന്ന് ജീവിക്കാനുള്ള ആത്മീയ വരവും തന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുനാഥ, അങ്ങേ സ്തുതിക്കുന്നപ്പ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം ഞാൻ ആദ്യം കർണക്കൊന്ത ചൊല്ലിയതിന് ശേഷമാണ് പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്നത്. ഇന്നതുപോലെ ഒരു സഹോദരി ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ആ സഹോദരിയുടെ സഹോദരന് ക്യാൻസറാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാം എല്ലാവരും ഏക മനസ്സോടുകൂടി ഈ കരുണയുടെ സമയം ഈശോനാഥൻ്റെ കരങ്ങളിൽ ആ പ്രിയ സഹോദരനെ സമർപ്പിക്കാം. ആ സഹോദരൻ്റെ പേര് തോമസ് എന്നാണ്. ആ തോമസ് എന്ന സഹോദരന് വേണ്ടി നമുക്ക് ഹൃദയം നുറുങ്ങി തന്നെ ഈശോനാഥനോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഇഷ്ടം ആ മകനിൽ നിറവേറ്റണമേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയെല്ലാം അവിടുത്തെ കരുണ മാത്രമാണ്. ഈശോയുടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെ, ഏക മനസ്സോടുകൂടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കേൾക്കാതിരിക്കത്തില്ല. ഈശോ കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആയതിനാൽ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വയം പ്രേരിത പ്രാർത്ഥനയിലും ഓർക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ.